നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ 65 ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ 65 ആയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ ചിക്കന് വേണ്ടുന്ന സാധനങ്ങൾ ഒന്നിട്ട് കൊടുക്കാവേ. ഞാനിതേ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് 1/2 സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മീറ്റ് മസാല. ഞാൻ ഇടുന്നതെല്ലാം നമ്മുടെ ഈ സ്പൂണിൻ്റെ അളവിനാണ്. ഇനി നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ട 1 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 സ്പൂണ് കോൺഫ്ലവർ. നമ്മളിതിനകത്ത് വേറെ വെള്ളം അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഈ ആ മുട്ടയും ആ ചിക്കനിലെ ആ വെള്ളവും കൂടെ മാത്രം മതി. നമ്മുടെ കോൺഫ്ലവർ സാധാ കോൺഫ്ലവർ ആട്ടോ. ഇനി നമുക്കൊരു നാരങ്ങയും കൂടെ ഒഴിക്കും. ഒരു മുറി മതി. പക്ഷേ ഈ നാരങ്ങയുടെ വലിപ്പം കണ്ടോ, ഭയങ്കര വലിപ്പം ആയതുകൊണ്ട് നമുക്ക് 1 നാരങ്ങ ചേർത്ത് കൊടുക്കാവേ. ഗിന്നസ് ബുക്കിൽ കൊടുക്കാൻ പറ്റുന്ന സൈസ് നാരങ്ങ ആയതുകൊണ്ട് ചാടി അത് കൈ പിടിക്കാനില്ല. നമ്മുടെ നാരങ്ങ ഞെക്കിക്കകത്ത് വെക്കാനുള്ള നാരങ്ങ വലിപ്പമില്ല അതിന്. ഇതും കൂടെ അങ്ങോട്ട് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ മുട്ടയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി ഇതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഈ 65 ഒക്കെ ഉണ്ടാക്കാണ്ട് നമ്മളിതുപോലെ ഈ ഓട്ടയുള്ള പാത്രത്തിനകത്ത് വെച്ച് വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഈ പൊടികൾ മസാല എല്ലാം കൂടി ഇട്ട് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് വെള്ളത്തിനകത്ത് ഇച്ചിരി വെള്ളമായിട്ടിരിക്കും. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഒരു ശകലം ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ട്, അതുകൂടെ ചേർത്ത് നമുക്കൊരു 2 മണിക്കൂർ നമുക്കതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് 65 നമ്മളൊരു മീഡിയം മുഴുപ്പിലാണ് കണ്ടിച്ചിരിക്കുന്നത്. വലിയ ഒത്തിരി ആയിട്ടുള്ള കഷ്ണമാണെങ്കിൽ നമുക്കത് വറുത്ത് കോരി എടുക്കാനായിട്ട് ഒത്തിരി എണ്ണയാവും, വേകാനും താമസമായി. ചെറിയ ചെറിയ കഷ്ണമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കൊരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ 65 വറുത്തെടുക്കാം. ഇത് അങ്ങനെ നമ്മൾ 2 മണിക്കൂർ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് നല്ലപോലെ എണ്ണ ചൂടായിട്ട് മീഡിയം തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ. എണ്ണ ഇച്ചിരി അത്യാവശ്യം നിരക്കി ഒഴിക്കണം. ഞാനിത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ
ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് 65 വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചിക്കൻ 65 നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ 65 ഇത് സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. ഇനി നമുക്കൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. ഇതുകൂടെ കോരി നമുക്ക് നമ്മുടെ ചിക്കൻ 65ൻ്റെ മണ്ടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ 65 നമ്മൾ അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.